ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓസോൺ നഴ്സസ് അക്കാഡമി. ഓസോൺ നഴ്സസ് അക്കാഡമിയുടെ റെയർ ക്വസ്റ്റ്യൻ കളക്ഷനിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു, അതിന് ഒരുപാട് നല്ലൊരു അഭിപ്രായം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ടുഡേസ് ക്വസ്റ്റ്യൻ ഫ്രം കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ്. അതായത് 2023 കേരള സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിൽ മെഡിക്കൽ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള നടന്ന എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് പെയിൻ കോസ്ഡ് ബൈ എ സ്റ്റിമുലസ് ദാറ്റ് ഡസ് നോട്ട് നോർമലി പ്രൊവോക്ക് പെയിൻ. പെയിൻ കോസ്ഡ് ബൈ എ സ്റ്റിമുലസ് ദാറ്റ് ഡസ് നോട്ട് നോർമലി പ്രൊവോക്ക് പെയിൻ. അതായത് ഒരു കണ്ടീഷൻ, അത് ആ ഒരു കണ്ടീഷനിൽ യൂഷ്വലി നോൺ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നില്ല, പെയിന് ഉണ്ടാക്കുന്നില്ല. ആ ഒരു കണ്ടീഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ അലോഡൈനിയ, ഓപ്ഷൻ ബി അനാൽജസിയ, ഓപ്ഷൻ സി ഹൈപ്പോ ആൽജസിയ, ഓപ്ഷൻ ഡി ഹൈപ്പർ ആൽജസിയ. ഓപ്ഷൻസ് കൃത്യമായി ഒന്ന് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ അലോഡൈനിയ, ഓപ്ഷൻ ബി അനാൽജസിയ, ഓപ്ഷൻ സി ഹൈപ്പോ ആൽജസിയ, ഓപ്ഷൻ ഡി ഹൈപ്പർ ആൽജസിയ. സോ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദാറ്റ് ഈസ് അലോഡൈനിയ. അലോഡൈനിയ മീൻസ് ഒരു കണ്ടീഷനിൽ ഇൻ ദാറ്റ് കണ്ടീഷൻ നോൺ പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ചില നോൺ പെയിൻഫുൾ സ്റ്റിമുലസ് വിച്ച് കോസ് പെയിൻ, ഫോർ എക്സാമ്പിൾ ബൈ ടച്ച്, ലൈറ്റ് പ്രഷർ, ഇങ്ങനെയുള്ള സ്റ്റിമുലസ് എന്ത് ചെയ്യുന്നുണ്ട്, പെയിൻ പ്രൊവോക്ക് ചെയ്യുന്നു. അതിനെയാണ് അലോഡൈനിയ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ അനാൽജസിയ? അനാൽജസിയ എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് മെഡിക്കേഷൻ ദാറ്റ് ആക്ട് ടു റിലീവ് പെയിൻ. നമ്മുടെ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, പെയിൻഫുൾ സ്റ്റിമുലർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മെഡിക്കേഷൻസിനാണ് എന്ത് പറയുന്നത്, അനാൽജസിയ എന്ന് പറയുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഹൈപ്പോ ആൽജസിയ? ഹൈപ്പോ ആൽജസിയ എന്താണ്? അല്ലെങ്കിൽ ഹൈപ്പോ ആൽജസിയെ നമുക്ക് ഹൈപ്പാൽജസിയ എന്നും പറയാം. ഹൈപ്പാൽജസിയ, HYPALGESIA, ഹൈപ്പാൽജസിയ എന്ന് പറയാം. സോ വാട്ട് യു മീൻ ബൈ ഹൈപ്പോ ആൽജസിയ അല്ലെങ്കിൽ ഹൈപ്പാൽജസിയ? ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് സെൻസിറ്റിവിറ്റി ടു പെയിൻഫുൾ സ്റ്റിമുലൈ. പെയിൻഫുൾ സ്റ്റിമുലയോടുള്ള ഒരു സെൻസിറ്റിവിറ്റി കുറയുന്നു. അത്രയും പെയിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെർസീവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനെയാണ് ഹൈപ്പോ ആൽജസിയ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി നോക്കുമ്പോൾ ഹൈപ്പർ ആൽജസിയ. ഹൈപ്പർ ആൽജസിയ എന്ന് പറയുന്നത് യൂഷ്വലി ആ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്നത് നോർമൽ പെയിൻ ആയിരിക്കണം, പക്ഷെ ദ പേഷ്യന്റ് അല്ലെങ്കിൽ ദ പേഴ്സൺ വിൽ ഫീൽ സിവിയർ പെയിൻ, അൺയൂഷ്വലി സിവിയർ പെയിൻ ഫീൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഹൈപ്പർ ആൽജസിയ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. So allodynia means the condition in which non-painful stimuli such as touch or light pressure cause pain. Analgesia, the medication that act to relieve pain. Hypoalgesia അല്ലെങ്കിൽ hypalgesia, that denote a decreased sensitivity to painful stimuli. Hyperalgesia is a symptom that cause unusually severe pain in situation where feeling pain is normal. Okay, so 4 ഓപ്ഷൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ആ ഒരു പെർസെപ്ഷൻ ടു സ്റ്റിമുലയും നമ്മുടെ സ്റ്റിമുലസ് ഇന്റൻസിറ്റിയും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. സോ അലോഡൈനിയയിൽ വളരെ വീക്ക് ആയിട്ടുള്ള പെയിൻ ത്രെഷോൾഡ് ആയിരിക്കും, ബട്ട് ഹൈപ്പർ ആൽജസിയയിൽ ആ ഒരു പെയിൻ ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിരിക്കും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ, റൈറ്റ്? സോ വൺ മോർ തിങ്, നമ്മുടെ ഓസോൺ നഴ്സസ് അക്കാഡമിയിൽ ഓൾറെഡി കേരള PSC DME സ്റ്റാഫ് നഴ്സിനായിട്ടുള്ള ലോങ് ടൈം ബാച്ചിന്റെ അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു റാങ്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.